അച്ഛൻ്റെ അമ്മയുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഒന്ന് കണ്ടാലോ. പതിവ് പോലെ അമ്മ രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അച്ഛൻ്റെ പാത്രത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂട് ചോറാണ്. ഈ ചോറിൻ്റെ ചൂട് അതുപോലെ നിൽക്കും കേട്ടോ ഈ പാത്രത്തിൽ. അതാണ് ഈ പാത്രത്തിൻ്റെ ഒരു ഗുണം. കറിയായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ മീനിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് മാന്തളാണെന്ന് തോന്നുന്നു. കുഞ്ഞ് സൈസ് മാന്തൾ, ഉണക്കമാന്തളില്ലേ, അപ്പോൾ അത് വറുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. അത് വെച്ച് കൊടുത്തു കേട്ടോ. ഉപ്പേരിയും തോരനൊന്നും ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസം അച്ഛന് ഉപ്പേരിയും തോരനും ഒന്നും വേണ്ട. ഈ ഒരു കറി മാത്രം മതി. ലഗോൺ കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കറി ഉണ്ടെങ്കിൽ അച്ഛന് പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മീൻകറി ഉണ്ടായിരിക്കണം. കാപ്പിക്ക് കൊടുത്തു വിട്ടത് നല്ല ചൂട് പുട്ടാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് കുറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നേ. രാവിലെ എഴുന്നേറ്റ് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ കോമ്പിനേഷൻ. തേങ്ങയൊന്നും അരയ്ക്കാതെ മസാല ഇട്ടൊരു കറിയായിരുന്നേ. അച്ഛനാണെങ്കിൽ കടലക്കറിയിലെ കടലയൊന്നും തിന്നാറില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പറയും ചാറ് മാത്രം മതി, പേരിന് 2-3 കടല ഇട്ടാൽ മതിയെന്ന്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേരിന് 2-3 കടലയും കുറച്ച് ചാറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് അച്ഛൻ ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇനി നമുക്ക് നേരെ അമ്മയുടെ പാത്രത്തിലേക്ക് പോവാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തതിൻ്റെ മുകളിൽ കുറച്ച് കടലക്കറി ഒഴിച്ചു കൊടുത്തേ. വേറെ ഒഴിച്ചുകറിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഇതാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ തിക്കി ചോറിട്ട് കൊടുത്തു കേട്ടോ. കുട്ടി പാത്രമായിട്ട് ഞാൻ തിക്കി ചോറ് വെക്കും. പിന്നെ ഉണക്കമാന്തൾ വറുത്തത് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തേ. പിന്നെ ഭംഗിക്ക് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയ്ക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.